ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ കൊണ്ടാടുന്ന സമയമാണിത്. ഒരു ഏപ്രിൽ മാസം പകുതി മുതൽ മെയ് മാസം അവസാനം വരെയുള്ള സന്ദർഭങ്ങളിൽ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ ആചരിക്കുകയാണ്. ഗീവർഗീസ് സഹോദരയെക്കുറിച്ചും സഹോദരയുടെ മധ്യസ്ഥതയെക്കുറിച്ചും അതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുമൊക്കെ ദീർഘമായ നാളുകൾ ഈ പുണ്യപുരാതനമായ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ധാരാളം മുഴങ്ങിക്കേട്ടിട്ടുണ്ട്. ഞാനതിനെ പരാമർശിക്കാൻ ഇനി സമയമെടുക്കുന്നില്ല. ഗീവർഗീസ് സഹോദര എല്ലാ പരിശുദ്ധന്മാരിൽ നിന്ന് വ്യത്യസ്തനായി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 3-4 വാക്കുകളാണുള്ളത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഒന്ന്, ഗീവർഗീസ് സഹോദര പരിശുദ്ധന്മാരെ ആദരിക്കുന്ന എല്ലാ സഭാവിഭാഗങ്ങളും ഓർക്കുന്ന ഒരു പുണ്യപിതാവാണ് ഗീവർഗീസ് സഹോദര. പരിമല തിരുമേനിയെ നമ്മൾ ഓർക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ആളുകൾ പരിശുദ്ധനായി പരിമല തിരുമേനിയെ ഓർക്കുന്നു, മധ്യസ്ഥത യാചിക്കുന്നു. ഏതാനും ചില ആളുകളൊക്കെ പുറത്തുനിന്നുള്ളവരുമൊക്കെ ഈ പരിശുദ്ധനെ ഓർക്കുന്നു. എന്നാൽ പരിശുദ്ധന്മാരെ ഓർക്കുന്ന എല്ലാ സമൂഹവും പരിമല തിരുമേനിയെ ഓർക്കുന്നില്ല. എന്നാൽ ഗീവർഗീസ് സഹോദരയെ അങ്ങനെയല്ല. എല്ലാ പരിശുദ്ധന്മാരും എല്ലാ വിശുദ്ധന്മാരെയും ഓർക്കുന്ന എല്ലാ സഭാവിഭാഗങ്ങളും ഗീവർഗീസ് സഹോദരയെ ഓർക്കുന്നു. അതുകൊണ്ട് ഗീവർഗീസ് സഹോദര ഒരു ലോക്കൽ പരിശുദ്ധനല്ല, ഒരു ആഗോള പരിശുദ്ധനാണ്. 2, ഞാൻ വിശദീകരിക്കുന്നില്ല, കമ്പിവാചകങ്ങളിൽ 3 വാക്കുകൾ പറയാണ്. 2, ഗീവർഗീസ് സഹോദര ഒരു വൈദികനായിരുന്നില്ല, ഒരു ബിഷപ്പായിരുന്നില്ല, ഒരു കന്യാസ്ത്രീ ആയിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല, ഒരു അൽമായനായിരുന്നു. അതുകൊണ്ട് ഗീവർഗീസ് സഹോദര മറ്റു പരിശുദ്ധന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ഒരു അൽമായ പരിശുദ്ധനാണ് ഗീവർഗീസ് സഹോദര. ഒരാൾക്ക് വിശുദ്ധനായി ജീവിക്കാൻ അച്ഛനാകണമെന്നോ മെത്രാച്ചനാകണമെന്നോ അയാൾ കന്യാസ്ത്രീ ആകണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല. ഒരൈമേനിക്കും പരിശുദ്ധനായി ജീവിക്കാനാവും എന്ന് പഠിപ്പിച്ച പിതാവാണ് ഗീവർഗീസ് സഹോദര. 3, ഒരു സാധാരണ ചിലർ പറയും ഞങ്ങളുടെ ജോലിയൊക്കെ അങ്ങനെ അച്ചോ, ആ റഫ് ആൻഡ് ടഫായിട്ടുള്ള ജോലിയാണ്, ഇങ്ങനെയൊക്കെയല്ല ജീവിക്കാൻ പറ്റുള്ളൂ. റഫ് ആൻഡ് ടഫായിട്ടുള്ള ഒരു മേഖലയായ ഒരു പട്ടാളക്കാരനായിരുന്നു ഗീവർഗീസ്. ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനും വിശുദ്ധനായി ജീവിക്കാൻ പറ്റും എന്ന് പഠിപ്പിച്ച ആളാണ് ഗീവർഗീസ് സഹോദര. അതുകൊണ്ട് ഇന്ന ജോലി ചെയ്യുന്നവൻ മാത്രമേ വിശുദ്ധരാവുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഏത് ജോലി ചെയ്ത ആളിനും, ഒരു വ്യാപാരിക്കും ഒരു കൃഷിക്കാരനും സാധാരണക്കാരനും വിശുദ്ധനായി ജീവിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ച ആളാണ് സെയിൻറ്റ് ജോർജ്. 4, ഗീവർഗീസ് സഹോദരയെ നമ്മളെപ്പോഴും കാണുന്നത് ഒരു പോരാട്ടക്കാരനായും ഒരു വിശുദ്ധനായും. പാമ്പിൻ്റെ കഥയൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഉള്ളടക്കം ഒറ്റ കാര്യമാണ്: പൈശാചിക ശക്തിയെ ദൈവശക്തി കൊണ്ട് ജയിച്ച ആളാണ് ഗീവർഗീസ്. ഈ 4 അടിസ്ഥാന കാര്യങ്ങളാണ് ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ ആചരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത്. 1, ഗീവർഗീസ് സഹോദര ഒരു ആഗോള പരിശുദ്ധനാണ്. 2, ഗീവർഗീസ് സഹോദര ഒരു അൽമായ പരിശുദ്ധനാണ്. 3, ഗീവർഗീസ് സഹോദര പഠിപ്പിക്കുന്നത് ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനും വിശുദ്ധനായി ജീവിക്കാമെന്ന് പഠിപ്പിച്ച ഒരു പട്ടാളക്കാരനായിരുന്നു ഗീവർഗീസ്. 4, പൈശാചിക ശക്തിയെ ദൈവശക്തി കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ, അതിജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ചയാളാണ് ഗീവർഗീസ് സഹോദര. ഈ സഹോദരയുടെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കട്ടെ. മലങ്കര സഭയുടെ പുണ്യഭൂമിയാണ് പുതുപ്പള്ളി. ഞാനതേക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഈ ഭൂമിയിൽ ധാരാളം സഭയുടെ ചരിത്രം ഉറങ്ങിയിട്ടുള്ള ഈ സ്ഥലം ഏറ്റവും ശ്രേഷ്ഠമായി അനേകായിരങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥനാ നിർഭരരായി കടന്നുപോയി അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും അർപ്പിച്ചതുപോലെ നമ്മളിവിടെ വന്ന് കടന്നു വന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ച് പോകുന്നതിനേക്കാൾ കൂടുതലായി ദൈവം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ ദൈവം നമ്മോടെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള സന്ദർഭമാണ് സുവിശേഷ പ്രസംഗം.
അതിനാണ്, അല്ലാതെ അതിനു വേണ്ടി ഒരു മേമ്പടി ചേർക്കാൻ, പെരുന്നാളിന് ഒരു മേമ്പടി ചേർക്കാൻ വേണ്ടി ഒരു കാര്യപരിപാടി അല്ല സുവിശേഷ യോഗം. ഇത് തിരിച്ചറിയേണ്ടതാണ്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവുകയാണ്. വേദപുസ്തകത്തിൽ ചോദിക്കുന്ന പോലെ കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്ക് ഇത് ഏതുമില്ലേ? അതുകൊണ്ട് കടന്നു പോകുന്നവർക്ക് ഏതുമില്ലാത്ത അവസ്ഥയാകാതെ അനുഗ്രഹമായി തീരാൻ ശേഷിക്കുന്ന നിമിഷങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആമുഖഭാഗങ്ങൾ നിർത്തുന്നു. ഈ ദേവാലയത്തെക്കുറിച്ചുള്ള വിശുദ്ധി ലോകം മുഴുവൻ അറിയുന്നതോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഏറ്റവും എനിക്ക് അഭിമാനം തോന്നിയ ഒരു പ്രധാന നിമിഷം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉള്ള കാഴ്ച കാണുമ്പോൾ എനിക്കെൻ്റെ സഭയെക്കുറിച്ചും ഈ പള്ളിയെക്കുറിച്ചും നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും നിങ്ങൾ കാട്ടിയ നല്ല മാതൃകയെക്കുറിച്ചും അഭിമാനമുണ്ട്. അസൂയയില്ലാത്തതുകൊണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ വളരെ, ഞാനവിടെ തലസ്ഥാനരിയിലുള്ള മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നയാളാണ്. എന്നാൽ നാനാജാതി മതസ്ഥരായ ആളുകൾ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വളരെ കൃത്യമായും ഭംഗിയായും വളരെ സിസ്റ്റമാറ്റിക്കായും എൻ്റെ സ്നേഹിതനായ വർഗീസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെയ്ത ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത് സഭയുടെ അഭിമാനവും നമുക്ക് ഈ പള്ളി ലോകമറിയാനുള്ള ഒരു മുഖാന്തരം കൂടിയായി എന്ന് പ്രത്യേകം ഓർക്കട്ടെ. ദൈവം അതിന് സഹായിച്ച നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ലോകത്തിൽ ഇന്ന് മനുഷ്യർക്ക് എല്ലാ സംഗതികളുമുണ്ട് പഴയ നാളിനേക്കാൾ. എന്നാൽ കർത്താവ് പറഞ്ഞ 2 വാക്യങ്ങൾ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളിൽ ജെറുസലേമിനെ നോക്കിയിട്ട് അവിടുത്തെ വലിയ പണികളും കല്ലുകളും കൽപ്പണികളും കൊത്തുപണികളും എല്ലാം കണ്ട് വളരെ അഭിമാനത്തോടെ അവരൊക്കെ നിൽക്കുമ്പോൾ, പക്ഷേ യേശു ജെറുസലേമിനെ നോക്കി കരഞ്ഞു എന്നാണ്. വലിയ ആഹ്ലാദിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടായിട്ടും ആഹ്ലാദമൊന്നും കാണിക്കാതെ കർത്താവ് കരഞ്ഞു എന്നാണ്. ലൂക്കോസ് 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്ന 4 വാക്കുകളുണ്ട്. അവിടെ പറയാണ്, ഈ നാളിലെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അന്വേഷിച്ചെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഈ നാളിലെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അന്വേഷിച്ചെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന 4 വാക്കുകളുണ്ട്. ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരിയിരിക്കുന്നു, 4 പുറത്തു നിന്നും നിന്നെ ഞെരുക്കുന്നു, നിന്റെ മക്കളെ നിലത്ത് തള്ളിയിടുന്നു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. ഈ 4 കാര്യങ്ങൾ നേരത്തെ മനസ്സിൽ കണ്ട് കർത്താവ് ജെറുസലേമിനെ നോക്കി കരയുകയായിരുന്നു. നമുക്ക് ആഹ്ലാദിക്കാനും ആനന്ദിക്കാനുമൊക്കെ ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും കർത്താവ് കരയുന്ന ഈ 4 സംഗതികൾ ഇന്ന് 100% പ്രസക്തമാണ്. ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂരിയിരിക്കുന്നു. ആന്തരിക ശത്രുക്കളും പുറമേയുള്ള ശത്രുക്കളും നമുക്ക് ചുറ്റും വാടകൂരിയിരിക്കുകയാണ്. വാടകൂരുക എന്ന് പറഞ്ഞാൽ വരമ്പ് കിട്ടിയിരിക്കുകയാണ്. ടാർഗറ്റ് ചെയ്ത് നമുക്ക് ചുറ്റും വാടകൂരിയിരിക്കുന്ന ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് ചിലത് നമ്മൾ അറിയുന്നു, ചിലത് അറിയുന്നില്ല എന്ന് മാത്രം. ഇത് നേരത്തെ കണ്ടുകൊണ്ട് കർത്താവ് കരയുകയാണ്. രണ്ടാമത് പറയുന്നത് 4 പുറത്തു നിന്ന് നിന്നെ ഞെരുക്കുകയാണ്, എല്ലാ ഭാഗത്തു നിന്നും നമ്മെ ഞെരുക്കുകയാണ്. 2000 കൊല്ലമായ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വശത്തു നിന്നും ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 4 വശത്തു നിന്നും, ഒരു വശത്തു നിന്നല്ല. ഞാൻ കൂടുതൽ വിശദീകരണമൊന്നും നൽകുന്നില്ല. എല്ലാ വശത്തു നിന്നും ധാരാളമായി ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് 6, 7, 8, 10 മക്കളുണ്ടായിരുന്ന കുടുംബങ്ങളിൽ 1, 2 പിള്ളേരെ ഉള്ളെങ്കിൽ പോലും മക്കളെ നിലത്ത് തള്ളിയിടുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചനെ അവൻ MDMA അടിമയായി, ലഹരിക്കടിമയായി മറിച്ച് താഴെ തള്ളിയിടുകയാണ്. കുടുംബങ്ങളിൽ നാശവും
പ്രതിസന്ധികളും സൃഷ്ടിക്കുകയാണ്. നാലാമത് പറയുകയാണ്, നമ്മൾ കെട്ടിപ്പടുത്ത ഒന്നും ശേഷിക്കാതെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. ഈ 4 കാര്യം നേരിൽ കണ്ട് കർത്താവ് കരയുകയാണ്. ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ, നമുക്ക് വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ, നമ്മൾ വളരെ വിപുലമായി ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ കർത്താവിൻ്റെ കരച്ചിൽ കണ്ടില്ല എന്ന് നടിക്കരുത്. എന്നാൽ സമാധാനത്തിനുള്ളത് ഈ നാളിലെങ്കിലും അന്വേഷിച്ചെങ്കിൽ കൊള്ളായിരുന്നു. സമാധാനത്തിനുള്ളത് എന്താണ്? ആ സമാധാനത്തിനുള്ളത് കാണണമെങ്കിൽ തലപൊക്കി നോക്കിയാൽ കാണാനാവും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. തലപൊക്കി നോക്കിയാൽ നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് സമാധാനത്തിനുള്ളത്. 1, ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 19-ാമത്തെ അധ്യായം എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണ്. യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാലിൽ പ്രമാണിയുമായ ഒരു മനുഷ്യൻ ഒരു മരത്തിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കയറിയതിൻ്റെ കഥയാണ്. സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം ഈ സംഭവം. ഏത് സംഭവം? നിങ്ങളിവിടെ നോക്കിയോ, വരുന്നവരെയൊക്കെ അച്ഛൻ നോക്കിക്കോളൂ. നിങ്ങളാരെയും നിയന്ത്രിക്കാൻ പോകണ്ട. എല്ലാവർക്കും നിങ്ങൾ വരുന്നവർ എവിടെ ഇരിക്കും, നിങ്ങൾ അതേക്കുറിച്ച് ഓർത്ത് പറയേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് കാര്യം നോക്കിയാൽ മതി. കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ ഓർത്ത് കരയൊന്നും വേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഓർത്ത് കരയുക. നിങ്ങളിരിക്കുന്ന കസേരയുണ്ടോ നോക്കിയാൽ മതി. വരുന്നവർക്ക് കസേരയുണ്ടോ നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോ, ഈ സംഭവത്തിൽ ധനവാനും ചുങ്കക്കാലിൽ പ്രമാണിയുമായ സക്കായി എന്നൊരു മനുഷ്യൻ മരത്തിന് മുകളിൽ അള്ളിപ്പിടിച്ച് കയറി. അവൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. യേശു അതുവഴി കടന്നുപോയി. അവൻ തലപൊക്കി നോക്കിയപ്പോൾ അവൻ സക്കായിയെ കണ്ടു. എന്നിട്ട് അവൻ പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ. കർത്താവ് അവൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് നിങ്ങൾക്കറിയാം, കർത്താവ് പിരിവൊന്നും ചോദിച്ചില്ല. പക്ഷെ അവൻ അങ്ങോട്ട് ഓഫർ ചെയ്തു, ഞാൻ അന്യായമായി വാങ്ങിയിട്ടുള്ളതെല്ലാം 4 ഇരട്ടി തിരിച്ചു കൊടുത്തോളാം. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. ഈ സംഭവം എല്ലാവർക്കും അറിയാം. ഞാനതിന് പുനരാവിഷ്കാരം നടത്തുന്നില്ല. ഒരു കാര്യം മാത്രം പറയട്ടെ. ചുങ്കക്കാരനെന്ന് പറഞ്ഞാൽ വെറും ഒരു ടാക്സ് കളക്ടറല്ല. അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നാട്ടുകാരിൽ നിന്ന് അധികമായി ഞെക്കിപ്പിഴിഞ്ഞ് വിദേശ രാജ്യക്കാർക്ക് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു ചുങ്കക്കാരൻ. അതുകൊണ്ട് അവൻ പൈസക്കാരനാണ്. പക്ഷേ അവൻ്റെ സ്ഥാനം, സമൂഹത്തിൽ സ്ഥാനം വളരെ താഴെയായിരുന്നു. അതുകൊണ്ട് ചുങ്കക്കാരെക്കുറിച്ച് എപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞാലും പറയുന്ന അവരുടെ കൂട്ടുകാരെക്കുറിച്ച് പറയുന്നത് ചുങ്കക്കാരും, ബാക്കി എന്താണെന്നറിയാം, 2 സന്ദർഭം പറയാം. ചുങ്കക്കാരും പാവികളും, ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും. ആ ഗണത്തിലാണ് ഇവരെ കൂട്ടിയിരുന്നത്. പക്ഷേ ഇവന് ധാരാളം പണമുണ്ട്. എല്ലാവർക്കും കിട്ടാത്ത ജോലിയാണ്. ഇവന് നല്ലൊരു പദവിയുണ്ട്, ഇവന് പണമുണ്ട്, ഇവന് നല്ലൊരു വീടുണ്ട്. ഇത്രയൊക്കെ പോരെ ഒരാൾക്ക് സമാധാനം കിട്ടാൻ? നല്ലൊരു വീടുണ്ട്, നല്ല ഉദ്യോഗമുണ്ട്, നല്ല പദവിയുണ്ട്, ആവശ്യത്തിലധികം പണമുണ്ട്. ഇത്രയും പോരെ ഒരാൾക്ക് സമാധാനം കിട്ടാൻ? ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ 3-ൽ ഏതെങ്കിലുമൊക്കെ കിട്ടാനാണ്. ഇത് 3 ഇവനുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും അവൻ എന്തോ കുറവുണ്ടായിരുന്നു. അവൻ അതുകൊണ്ടാണ് മരത്തിന് മുകളിൽ അള്ളിപ്പിടിച്ച് കയറിയത്. യേശു പറഞ്ഞു, ഇറങ്ങി വാ. അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു. ഈ ഇടയ്ക്കൊരു പയ്യൻ പറഞ്ഞു, അച്ഛാ എനിക്ക് PSC സെലക്ഷൻ കിട്ടി, എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. എന്തോ രക്ഷപ്പെട്ടു? അവിടെ സെലക്ഷൻ കിട്ടിയവന്മാരൊക്കെ അവിടെ റോഡിൽ കിടന്ന് നിരങ്ങുന്നത് ഞാൻ കഴിഞ്ഞ 10-40 കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. സെലക്ഷൻ കിട്ടിയോണ്ടൊന്നും രക്ഷപ്പെട്ടില്ലടോ കുഞ്ഞെ. ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് ആയേക്കാം, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചോ, അവന് പണമുണ്ടായപ്പോൾ രക്ഷ വന്നു എന്ന് പറഞ്ഞില്ല. അവൻ വീട് വെച്ചപ്പോൾ രക്ഷ വന്നു എന്ന് പറഞ്ഞില്ല. അവന് ജോലി കിട്ടിയപ്പോൾ രക്ഷ വന്നെന്ന് പറഞ്ഞില്ല. പിന്നെ എന്ന് വന്നു? യേശു അവൻ്റെ വീട്ടിൽ വന്ന അന്ന്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ടെങ്കിലും ഉടയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ വീട്ടിലില്ലെങ്കിൽ സമാധാനം കമ്മിയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞിരിക്കണം.
ഞാൻ ഏത് പുള്ളിയായാലും, ഞാൻ കോറപ്പിസ്കോപ്പായാലും കൊള്ളാം, അച്ഛനായാലും കൊള്ളാം, ഞാൻ പദവിയുള്ളവനായാലും കൊള്ളാം, എനിക്ക് പല പൊസിഷൻസ് ഉണ്ടായാലും കൊള്ളാം, എനിക്ക് പറയാൻ കുറേ ഒരു ലിസ്റ്റ് ഓഫ് പൊസിഷൻസ് ഉണ്ട്. ഇതുകൊണ്ട് ഒന്നും സമാധാനം കിട്ടണമെന്നില്ല. ഉടയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് നിൻ്റെ വീട്ടിലുണ്ടോ? ഉടയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോൾ നിന്നിലുണ്ടോ അന്ന് സമാധാനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ നാളിലെങ്കിലും സമാധാനത്തിനുള്ളത് അന്വേഷിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയാണ്. സ്നേഹിതരെ, തലപൊക്കി നോക്കിയാൽ കാണാവുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. തലപൊക്കി നോക്കിയാൽ സമാധാനത്തിനുള്ളത് കാണാം, ഇല്ലെങ്കിൽ സമാധാനത്തിനുള്ളത് കാണില്ല. ഞാനൊരു കഥാപാത്രത്തെ ഓർപ്പിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം ആരാമിന് ജയം നേടിയതുകൊണ്ട് രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയായിരുന്നു, എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. നമ്മളൊരു പട്ടാളക്കാരനെക്കുറിച്ചാണ് ഓർക്കുന്നത്, സെയിൻറ്റ് ജോർജ്. ഇവിടെ വേറൊരു സേനാപതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അയാൾ ആരാം രാജാവിൻ്റെ സേനാപതിയായിരുന്നു, വളരെ പ്രഗത്ഭനായിരുന്നു, അവൻ പരാക്രമശാലിയായിരുന്നു. എന്നാൽ ഹി വാസ് എ മാൻ ഓഫ് വാലർ ബട്ട് എ ലെപ്പർ. അവൻ പരാക്രമശാലിയായിരുന്നു, എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നിങ്ങൾക്ക് ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിയാം. അവൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അടിമപ്പെണ്ണായി വിളിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, അവിടുത്തെ കൊച്ചമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ, ഇവിടുത്തെ സാറിന് എന്തോ പ്രശ്നമുണ്ടല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ സൗഖ്യം വരും. അങ്ങനെ ഇവൻ ചെന്ന് അവൻ്റെ രാജാവിനോട് പറഞ്ഞു, സർ, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന പെങ്കൊച്ചിങ്ങനെ പറഞ്ഞു, ഞാൻ അവിടേക്ക് പോവാം, എനിക്കവിടെ ഒരു പരിചയമില്ല. രാജാവ് പറഞ്ഞു, സാരമില്ല, ഞാനൊരു റെക്കമെൻഡേഷൻ ലെറ്റർ തരാം. നിങ്ങൾ താല്പര്യമുള്ളവർ 2 രാജാക്കന്മാർ 5-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. സൗഖ്യം നേടാനായി ഇവൻ പോവുകയാണ്. പോകുമ്പോൾ ഇവൻ കൊണ്ടുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. രാജാവിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ, രാജാവിൻ്റെ സെക്രട്ടറിയുടെ എഴുത്തല്ല, രാജാവിൻ്റെ ഒരു ഡയറക്റ്റ് റെക്കമെൻഡേഷൻ ലെറ്റർ. 2 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വസ്ത്രം. ഇത്രയും സാധനം കൊണ്ടാണ് അവൻ സുഖമാകാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ? രാജാവിൻ്റെ ഒരു ഡയറക്റ്റ് റെക്കമെൻഡേഷൻ ലെറ്റർ, 10 താലന്ത് വെള്ളി, 6000 ശേക്കൽ പൊന്ന്, 10 കൂട്ടം വസ്ത്രം. ഇത്രയും സാധനം കൊണ്ടാണ് അവൻ പ്രവാചകനെ കാണാൻ പോകുന്നത്. പ്രവാചകനെ കാണാൻ അവൻ എങ്ങനെ ചെന്ന് അവിടെ വീടിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് പ്രവാചകൻ ഒരു ബാല്യക്കാരനെ വിട്ടിട്ട് പറഞ്ഞു, അയാളോട് പറ, പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം കുളിക്കാൻ. ഒരു വൃത്തിയായിട്ട് ട്രീറ്റ്മെൻറ്റായിപ്പോയി. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വിചാരിച്ചത്, ഞാൻ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുചെല്ലുമ്പോൾ ആദ്യം പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങി വരും, ഇറങ്ങി വന്നിട്ട് എന്നെ സ്വീകരിക്കും, രാജാവിൻ്റെ സേനാപതിയല്ലേ, സർ ഇരുന്നാട്ട് ഇരുത്തി ആദ്യം ലെറ്റർ വാങ്ങും. ലെറ്റർ വാങ്ങി വായിച്ചിട്ട് എന്നെ മുഖത്തോട്ടൊന്ന് നോക്കും. ഓ, ഇത് രാജാവിൻ്റെ ഡയറക്റ്റ് കത്താണല്ലേ? അതെ, ശരി. ഇതെന്താ സർ? ഇത് 10 താലന്ത് വെള്ളി, അത് ഇവിടോട്ട് വെക്ക്. ഇതോ? 6000 ശേക്കൽ പൊന്നുണ്ട് സർ. ശരി. ഇതോ? ഇത് നല്ല വില കൂടിയ 10 കൂട്ടം വസ്ത്രം. ഇതെല്ലാം വാങ്ങിയിട്ട്, എവിടാണ് അസുഖം? എൻ്റെ കൈക്കാണല്ലേ, കാലിനാണ്. അപ്പോൾ അദ്ദേഹം അസുഖമുള്ള സ്ഥലത്ത് കൈയൊക്കെ ഒന്ന് ചലിപ്പിച്ചൊന്ന് വിറപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിപാടി എടുത്ത് സുഖം വരുത്തുമെന്നാണ് വിചാരിച്ചത്. ഇയാളിതൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെ, ഈ സാധനം ഒന്നും തിരിഞ്ഞുപോലും നോക്കാതെ, കൊടുത്ത ലെറ്റർ പോലും വായിച്ചു നോക്കാതെ പറഞ്ഞുകൂടിയാണ് ഒരു പണിക്കാരനെ വിട്ട്, നീ പോയി 7 പ്രാവശ്യം കുളിക്കാൻ. അവൻ പിണങ്ങി അങ്ങ് പോയി. അയാളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് അവൻ അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സ്ഥാനത്തിന് പറ്റിയ ട്രീറ്റ്മെൻ്റ് അല്ല. അവൻ വീണ്ടും പിണങ്ങി വീട്ടിൽ ചെന്നിരുന്നപ്പോൾ ഒരു ജോലിക്കാരൻ പറഞ്ഞു, സാർ, സാറിന് ഇതിനേക്കാൾ വലിയ കാര്യം പറഞ്ഞാൽ സാറ് ചെയ്യത്തില്ലേ? സാറിന് വല്ല നഷ്ടമുണ്ടോ? സാർ പോയിന്ന് നോക്ക് സാർ. മനസ്സില്ല മനസ്സോട് പോയി യോർദാൻ നദിയിൽ ആദ്യം അയാൾ പറഞ്ഞു, എൻ്റെ നാട്ടിൽ 1-ാം തരം അബാന, പാർപ്പർ തുടങ്ങിയ 1-ാം തരം നദികളുണ്ട്, അതിനേക്കാൾ പന്നലായ ഈ കലക്കവെള്ളത്തിൽ പോയി കുളിക്കാനോ? ഒരു പ്രാവശ്യം പോയി മുങ്ങി പൊങ്ങി, ഒന്നും സംഭവിച്ചില്ല.
രണ്ടാം പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റു, ഒന്നും സംഭവിച്ചില്ല. 6 പ്രാവശ്യം യോർദാനിൽ മുങ്ങി പൊങ്ങി, ഒന്നും സംഭവിച്ചില്ല. 7-ാം പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരം ഒരു പൈതലിനെ പോലെ ശുദ്ധിയുള്ളതായി തീർന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം, കുഞ്ഞെ, നിൻ്റെ പണം കൊണ്ട് സുഖമാവില്ല, നിൻ്റെ 6000 ശേക്കൽ പൊന്നുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടില്ല, നിൻ്റെ വില കൂടിയ വസ്ത്രം കൊണ്ടൊന്നും സുഖം കിട്ടില്ല, നിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടൊന്നും സുഖം കിട്ടില്ല. പിന്നെ നിൻ്റെ ശുദ്ധീകരണമാണ് ആവശ്യം. പെരുന്നാളിൽ സമാധാനം കിട്ടണമെങ്കിൽ എന്തിനാണ് പെരുന്നാൾ? ഈ പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകണം ഞങ്ങൾ. ഈ പെരുന്നാൾ എന്തിനാണ്? നിർമ്മലരാകാനാണ്. നമ്മുടെ ശുദ്ധീകരണമാണ് സമാധാനത്തിന് അടിസ്ഥാന ആവശ്യം. നമ്മുടെ പണം കൊണ്ട് സമാധാനം നേടാമെന്ന് കരുതിയാൽ കിട്ടില്ല. ഇവൻ സൗഖ്യം നേടാൻ ഇതെല്ലാം ചെയ്തു നോക്കിയതാണ്. 6000 ശേക്കൽ പൊന്നൊന്നും പ്രയോജനപ്പെട്ടില്ല, വില കൂടിയ വസ്ത്രം പ്രയോജനപ്പെട്ടില്ല. ഇന്ന് തിരുവചനം കേൾക്കുന്ന സ്നേഹിത, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ തലവൊക്കി നോക്കിയാൽ ഈ സത്യം തിരിച്ചറിയാൻ പറ്റും. തലവൊക്കി നോക്കിയാൽ സമാധാനത്തുള്ളത് കാണാം. നിൻ്റെ സമ്പത്ത് കൊണ്ട് സുഖമാവില്ല. നമ്മുടെ ശുദ്ധീകരണമാണ് ഇതിന് അടിസ്ഥാന ആവശ്യം. എല്ലാ പെരുന്നാളിൻ്റെയും അടിസ്ഥാന ഉദ്ദേശം ഇതാണ്. അത് പരിമല പെരുന്നാളായാലും ഗൗരീസഹദയുടെ പെരുന്നാളായാലും മാതാവിൻ്റെ പെരുന്നാളായാലും എല്ലാ പെരുന്നാളിൻ്റെയും അടിസ്ഥാന ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണമാണ്. 2, തലപൊക്കി നോക്കിയാൽ കാണുന്ന 2-ാം കാര്യം, മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 8-ാം വാക്യം. തലപൊക്കി നോക്കിയാറെ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഒരു വാക്യം കൂടെ, 2 പത്രോസ് 1:16. ഞങ്ങൾ കർത്താവിനെ സാക്ഷിക്കുന്നത് നിർമ്മിത കഥകളുടെ അടിസ്ഥാനത്തിലല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. 2 പത്രോസ് 1-ാം അധ്യായം 16-ാം വാക്യം. ഈ 2 റെഫറൻസ് പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ കർത്താവിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് കുറേ ഉണ്ടാക്കിയ കഥകൾ കൊണ്ടല്ല. സുവിശേഷം പലരുടെയും വിചാരം കുറേ ഉണ്ടാക്കിയ കഥകൾ പറയുന്നതാണ് സുവിശേഷം എന്നാണ്. പലരുടെയും വിചാരം സുവിശേഷം കർത്താവ് വളരെ ഈസിയായി പറഞ്ഞു കൊടുത്തത് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഉരുട്ടി ഉരുട്ടി പറയുന്നതാണ് സുവിശേഷം എന്നാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഇവിടെ പറയുകയാണ്, ഞങ്ങൾ നിർമ്മിത കഥകളെ കൊണ്ടല്ല സുവിശേഷം. സുവിശേഷ പ്രസംഗം കോമഡി ഷോ അല്ല, പിന്നെ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. കർത്താവിൻ്റെ മഹിമ കണ്ട ഞങ്ങൾ ആ മഹിമ നിങ്ങളോട് അറിയിക്കുന്നതാണ് സുവിശേഷം. ഈ മഹിമ എന്ന് കണ്ടതാണ്? പ്രധാനമായി ഇവർ മഹിമ കണ്ടത് മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. അതായത് യേശു കർത്താവ് ശിഷ്യന്മാരിൽ 3 പേരെയും കൂട്ടി ഒരു മലയിലേക്ക് കൊണ്ടുപോയി. എല്ലാവർക്കും അറിയാം ആ മല. ഏത് മല? അവിടെ വെച്ച് അവൻ മറുരൂപപ്പെട്ട മലയാണ്. ഏത് മലയാണ്? അയ്യോ, മറുരൂപമല ഏത് മലയാണ്? അറിയത്തില്ലേ? താബോർ മല, ഒലിവ് മല. അവിടെ വെച്ച് കർത്താവ്, ഇവരിവിടെ താഴെ ഇരിക്കുക, കർത്താവ് അവിടെ ഇരിക്കുക. ഞങ്ങളുടെ കൂടെ നടന്നു വന്നതാണ് കർത്താവ്. ഇപ്പം പക്ഷെ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ തുണിയുടെ നിറം മാറി, അവൻ്റെ ശരീരം മാറി, അവനെ മുഴുവനായി മാറിക്കാണുകയാണ്. അവൻ്റെ തുണി ഭൂമിയിൽ ഒരലക്കാരന് വെളുപ്പിക്കാനാവാത്തതുപോലെ വെണ്മയായി തീർന്നു. അവൻ്റെ മഹിമ കണ്ടിങ്ങനെ അവർ നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ കാണാൻ 2 പേര് കർത്താവിനോട് വർത്തമാനം പറയുന്നു. നിങ്ങൾക്ക് അവരെ അറിയാം. ആരാണ് അവർ 2 പേരും? ഞങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തവരാണ്, പക്ഷേ നിങ്ങൾക്ക് അവരെ പരിചയമുണ്ട്. ആരാണവർ? മോശയും ഏലിയാവും. അവർ 2 പേരും 2 പ്രത്യേക പേഴ്സണാലിറ്റീസാണ്. മോശ ഇസ്രായേൽ ജാതിയെ വഴി നടത്തിയിട്ട് മരിച്ചു. എന്നാൽ ആവർത്തന പുസ്തകം, അവസാന പുസ്തകം പറയുന്നത് മോശ അടക്കി, പക്ഷേ അവൻ്റെ ഖബർ എവിടാണെന്ന് അറിയത്തില്ല. മോശ അടക്കിയ സ്ഥലം അറിയത്തില്ല. മോശയുടെ ബോഡി മിസ്സിംഗ് ബോഡിയാണ്. ആ മിസ്സിംഗ് ബോഡിയായിട്ടുള്ള അയാളാണ് ഇപ്പോഴും നിൽക്കുന്നു. എവിടെ? യേശുവിൻ്റെ അടുത്ത്. മറ്റേയാൾ ഏലിയാവാണ്. ഏലിയാവ് നടക്കാൻ പോയതാണ്.
കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയെ കണ്ടില്ല. അവനെ ഉടലോട് എടുത്തുപോയതാണ്. അതും മിസ്സിങ് പേഴ്സണാലിറ്റിയാണ്. ഒരു മിസ്സിങ് മാനും ഒരു മിസ്സിങ് ബോഡിയും. ഇവർ രണ്ടുപേരും ഇപ്പം ഇവിടെ കർത്താവിൻ്റെ കൂടെ നിൽക്കുകയാണ്. മഹിമ കണ്ട സാക്ഷികളുടെ ആരാധനയിൽ, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളുടെ ആരാധനയിൽ 3-4 കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ട്. അതാണ് മലങ്കര സഭയുടെ ആരാധന ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. അല്ല നമ്മൾ പൊങ്ങച്ചം പറയാൻ പറയുന്നതല്ല. നമ്മുടെ ആരാധനയിൽ മഹിമ കാണണമെങ്കിൽ യേശു അവരെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് മലയെ കൊണ്ടുപോകുന്നത്? കുറച്ച് താഴെയാണ്, എല്ലാവർക്കും നിന്നുകൂടായിരുന്നോ? ദൈവത്തിൻ്റെ മഹിമ കാണണമെങ്കിൽ തറ ലെവലിൽ നിന്ന് അല്പം ഉയർന്ന അവസ്ഥയിലേക്ക് നാം നീങ്ങണം. നമ്മുടെ മനോഭാവം വെറും തറ ലെവലിൽ നിന്ന് അല്പം ഉയരണം. ആ മഹിമ കണ്ട സാക്ഷികൾക്ക് വെറും തറപ്പണി ചെയ്യാൻ പറ്റില്ല. മഹിമ കണ്ട സാക്ഷികൾക്ക് വെറും തറവേല ചെയ്യാൻ പറ്റില്ല. മഹിമ കണ്ട സാക്ഷികൾക്ക് വെറും തറ വർത്തമാനം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരെ അല്പം ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയതും അല്പം ഉയർന്ന ആത്മീയ അന്തരീക്ഷത്തിലേക്ക്. വിശുദ്ധ കുർബാന ആരംഭിച്ചു കഴിയുമ്പോൾ പറയുന്നു, നമ്മുടെ മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളെല്ലാം ഈ തറ ലെവലിൽ നിന്ന് ഉയരത്തിലായിരിക്കണം. എങ്കിലേ മഹിമ കാണാൻ പറ്റൂ. നമ്മുടെ തറ ലെവലിൽ നിന്ന്, ഇവിടെ മാർക്കറ്റിൽ കണ്ട സംസ്കാരത്തിൽ നിന്ന് അല്പം ഉയർന്ന അവസ്ഥയിലേക്ക് മാറണം. മഹിമ കണ്ട സാക്ഷികളുടെ ആരാധനയിൽ അവർ തറ ലെവലിൽ നിന്ന് അല്പം ഉയർന്ന അവസ്ഥയിലായിരിക്കും. 2, മഹിമ കണ്ട സാക്ഷികളുടെ ആരാധനയിൽ ജീവനോടുള്ളവർ മാത്രമല്ല, ജീവനോടുള്ളവരുമുണ്ട്. ഇവിടെ മരിച്ചുപോയ മോശയുണ്ട്, വിശുദ്ധനായ ഏലിയാവുമുണ്ട്. ഇവിടെയാണ് മഹിമ കണ്ട സാക്ഷിയുടെ ആരാധനയിൽ ജീവനോടുള്ളവരും വാങ്ങിപ്പോയവരും വിശുദ്ധന്മാരും ഉണ്ട്. ഇവരൊന്നിച്ചുള്ള ഒരു സംസർഗമാണ് മഹിമ കണ്ട സാക്ഷിയുടെ ആരാധന. അതാണ് വർഗീസ് റൈസച്ചൻ പറഞ്ഞത്, നമ്മുടെ ആരാധന വേദാടിസ്ഥാനത്തിലുള്ളതാണ്. ഞാനത് മറ്റൊരു ഭാഷയെ പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ കയ്യിലിരിപ്പുകൾ നോക്കിയാൽ നമ്മൾ എന്നേ മുടിഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ മുടിഞ്ഞു പോകാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരിക്കുന്നത് യഹോവയുടെ ദയ. ഞാൻ പറയുന്ന ഈ വാക്യം നിങ്ങൾ എല്ലാവരും ഏറ്റുപറയണം. കൊച്ചു പിള്ളേരൊന്നും അല്ല, പക്ഷേ ഇത് പറയണം. ഒരു വാക്യമെങ്കിലും കാണാതെ പഠിച്ചിട്ട് ഈ പന്തലിൽ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് പറഞ്ഞേ പ്ലീസ്. ഇങ്ങനെ പറഞ്ഞാൽ തന്നെത്താൻ മുടിഞ്ഞോടും, പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. ദൈവം തന്നിരിക്കുന്ന വായകൾ ചുമ്മാ പൊതുയോഗത്തിൽ അടിയുണ്ടാക്കാനും വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ളതല്ല, ദൈവകാര്യം പറയാനുള്ളതാണ് പ്രാഥമികമായി. എല്ലാ വായ്കളും പറയണം. അടുത്ത വർഷം വായ് പൊളിച്ച് പറയാനാവുമോ എന്ന് നമുക്ക് അറിയില്ല. 2 വർഷം വാ പൊളിക്കാനാവാതെ തുവാലയും കെട്ടി മോന്തം കൂട്ടിക്കെട്ടു നടന്നില്ലേ? ദൈവം ഈ വർഷവും എഴുന്നേറ്റിരിക്കാൻ സൗഖ്യം തന്നില്ലേ? എല്ലാവരും പറയണം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഈ പന്തൽ മുഴുവൻ മുഴങ്ങണം. എല്ലാ വായ്കളും പറയണം. പറയുന്നവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് മിക്കവാറും ഇതേ നടക്കുകയുള്ളൂ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ അല്ല, നിന്റെ മിടുക്കൊന്നുമല്ല. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് കോറപ്പിസ്കോപ്പായോണ്ടൊന്നും അല്ലടോ. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഇന്ന കുടുംബത്തിൽപ്പെട്ടവനായതുകൊണ്ടൊന്നുമല്ല. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എനിക്ക് കാശുണ്ടായതുകൊണ്ടൊന്നുമല്ല. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഞാൻ ഇന്ന പൊസിഷനുള്ളത് കൊണ്ടൊന്നുമല്ല. ചുമ്മാ നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ, കർത്താവിൻ്റെ ദയ കൊണ്ടാണ്. അവിടെ പറയുന്ന 5 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. രണ്ടാമത് പറയാണ്, അവൻ്റെ ദയ തീർന്നു പോയിട്ടില്ല. നമ്മൾ ചെന്ന് സിവിൽ സപ്ലൈസ് ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിലോ ചെന്ന് ചോദിച്ചു, സർ ഈസ്റ്ററിന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാധനം, പക്ഷെ തീർന്നുപോയി, സ്റ്റോക്ക് തീർന്നുപോയി, ഇനി വരുമ്പോൾ വിളിക്കാം, പൊക്കോ. ഓ, അങ്ങനെ സ്റ്റോക്ക് തീർന്നു പോകും. നമ്മൾ ഇവിടെ ഈ പരിശുദ്ധൻ്റെ കവറിങ്ങിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, തിരുമേനി എനിക്ക് നിൻ്റെ കരുണ വേണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിൻ്റെ കരുണ വേണം,
ശാരീരിക അസ്വസ്ഥതയുള്ള ഞങ്ങൾക്ക് നിൻ്റെ കരുണ വേണം. കർത്താവ് പറയുക, എടോ കുറേ കരുണയുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന കരുണ കുറച്ചുള്ളത് തിരുവനന്തപുരത്തു നിന്നുള്ള ഓരോന്ന് മേടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് കരുണ തീർന്നു പോയി. ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പം വിളിക്കാം, പൊക്കോ എന്ന് പറയത്തില്ല. മനുഷ്യൻ്റെ സപ്ലൈസ് തീർന്നു പോകാം, അവൻ്റെ യഹോവയുടെ കരുണ തീർന്നു പോയിട്ടില്ല. നിന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത കരുണ നിനക്കും തരാൻ അവൻ്റെ കയ്യിലുണ്ട്. വിലാപങ്ങൾ പറയുന്ന 5 വാക്കുകളാണ്. 1, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ. 2, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. ഇത്രയും കാലം മലങ്കര സഭയെ നയിച്ച ആ ദൈവത്തിൻ്റെ കരുണ ഇന്നും തീർന്നു പോയിട്ടില്ല. പ്രതിസന്ധിയിൽ നയിച്ച ആ ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. വിശദീകരിക്കുന്നില്ല. 3ാമത് പറയുകയാണ്, അവ രാവിലെ തോറും പുതിയതും അവൻ്റെ ദയ വിശ്വസ്തത എന്നേക്കുമുള്ളതാണ്. ദൈവത്തിൻ്റെ ദയ രാവിലെ തോറും പുതിയതാണ്. എന്താണ് രാവിലെ ദയ? പുതിയതും പഴയതും ഉണ്ടോ? ഞാനിന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിച്ചിട്ട് ഏതാനും നിമിഷം കഴിയുമ്പോൾ ഇത് തീർത്തും ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ തിരുവനന്തപുരത്തിന് രാത്രി തിരിച്ചു പോകും. നാളെ രാത്രി മറ്റൊരു സ്ഥലത്ത് തിരുവചനം ശുശ്രൂഷിക്കാനുണ്ട്. ഇതെല്ലാം എൻ്റെ പ്ലാനാണ്. പക്ഷെ നടക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഓരോ ദിവസവും പുതിയ ദയ ആവശ്യമുണ്ട്. ഇവിടുന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ദയ ആവശ്യമുണ്ട്. രാവിലെ ഒരു പയ്യൻ ബൈക്കും കൊണ്ടിറങ്ങുമ്പോൾ അവൻ അപകടം കൂടാതെ തിരിച്ചു വരാൻ ഒരു ദയ ആവശ്യമുണ്ട്. ഇവിടെ ഈ പള്ളിപ്പെരുന്നാളെല്ലാം നിങ്ങൾ ക്രമീകരിച്ച് ഭംഗിയാക്കി ഓടി നടക്കുകയാണ്. പക്ഷേ എല്ലാം ക്രമീകരിച്ചാലും എല്ലാം ഭംഗിയായി നടക്കണമെങ്കിൽ ഒരു ദയ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് രാവിലെ തോറും പുതിയത്. അതുകൊണ്ടാണ് നമ്മുടെ പാവപ്പെട്ട, വലിയ പഠിത്തമൊന്നും ഇല്ലാത്ത പാവപ്പെട്ട തന്തതള്ളമാർ രാവിലെ തോറും എഴുന്നേറ്റ് കീറിപ്പറിഞ്ഞ് പായ് വിരിച്ച് മണ്ണെണ്ണ വിളിച്ച് കത്തിച്ചു വെച്ച് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള ദയ രാവിലെ തോറും ചോദിച്ചു വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് പുണ്യപിതാക്കന്മാർ പ്രഭാതത്തിൽ മുട്ടുമടക്കിയിരുന്നത്. അത് രാവിലെ തോറും പുതിയതാണ്, ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ള കൃപ. 3ാമത് പറയുന്ന വാക്ക് യഹോവ എൻ്റെ ഓഹരി എന്ന് പറയും. അവിടെ 4-5 വാക്കുകൾ പറയുകയാണ്. ഈ സമയത്തുണ്ട് വിശദീകരിക്കുന്നില്ല. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ബാല്യത്തിൽ തന്നെ നുകം വഹിക്കുന്നത് നന്ന്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന മനുഷ്യർക്കറിയാം, അവരൊക്കെ ബാല്യത്തിൽ തന്നെ നുകം വഹിച്ചിട്ടുള്ളവരാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ നോട്ട് ബുക്കില്ല. ഒരു നോട്ട് ബുക്കേ ഉള്ളൂ. ഒരു വശത്തുനിന്ന് മലയാളം, ഒരു വശത്തുനിന്ന് ഇംഗ്ലീഷ്, ഒരു വശത്തുനിന്ന് കണക്ക്, ഒരു വശത്തുനിന്ന് സോഷ്യൽ സ്റ്റഡീസ്. അങ്ങനെ വാങ്ങി ജീവിച്ചവരാണ് ഈ മുതിർന്നവരൊക്കെ. ഇപ്പോൾ സമ്മതിക്കത്തില്ലായിരിക്കാം, പക്ഷേ സത്യം അതാണ്. പാഠപുസ്തകമില്ലാത്തത് കൊണ്ട് ആ വില്ലേജിൽ, പുതുപ്പള്ളി വില്ലേജിലുള്ള ആരെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ താള് പോയ പുസ്തകം കൊണ്ടുവന്ന് വായിച്ച് പഠിച്ചവരാണ് ഇതിലെ മുതിർന്ന മിക്കവാറുമുള്ളവരെല്ലാം. ബാല്യത്തിൽ തന്നെ നുകം വഹിച്ചവരാണ്. പക്ഷേ അത് നന്ന്. ബാല്യത്തിൽ നുകം വഹിച്ചവർക്ക് അതുകൊണ്ട് ചെറിയ ചെറിയ പ്രതിസന്ധികൾ വന്നാൽ അവർ തളർന്നു പോകാതെ നിൽക്കുകയാണ്. ഇന്ന് പുതിയ തലമുറയിലുള്ള പ്രധാന പ്രശ്നം, ചെറിയൊരു പ്രതിസന്ധി വന്നാൽ ഉടനെ സൂയിസൈഡ് ചെയ്യാണ്. ചെറിയ പ്രതിസന്ധി വന്നാൽ പിടിച്ചു വയ്ക്കാൻ പറ്റാതെ പോവുകയാണ്. അതിൻ്റെ കാരണം ബാല്യത്തിൽ നുകം വഹിച്ച് പരിചയമില്ല. ഇവിടെ പറയുന്നത് ബാല്യത്തിൽ നുകം വഹിക്കുന്നത് നന്ന്. ഇവിടെ തലപൊക്കി നോക്കിയാൽ ദൈവത്തിൻ്റെ കരുണ കാണാം. ബാല്യകാലം മുതൽ ഇന്നുവരെയും നടത്തിയ ദൈവത്തിൻ്റെ കരുണ. ഈ നാളിലെങ്കിലും നീ തലപൊക്കി നോക്ക് കുഞ്ഞെ, ദൈവത്തിൻ്റെ കരുണ കാണാം. ഇത്രയും നാട് നിന്നെ നടത്തിയ ദൈവകരുണ. 4 യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 35 വാക്യം. യേശു തലപൊക്കി നോക്കി എന്നിട്ട് പറയുകയാണ്, കൊയ്ത്തിന് 4 മാസം എന്ന് പറയാറുണ്ട്, എങ്കിലും ഇതാ തലപൊക്കി നോക്കിയിട്ട് പറയാണ്, കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുന്ന വയലുകൾ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം ദീർഘമായൊരു അധ്യായമാണ്. അത് ശമരക്കാരി സ്ത്രീയും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അധ്യായമാണ്. ശമരക്കാരി സ്ത്രീയും കർത്താവും തമ്മിൽ സംസാരിച്ചതും അതിൻ്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്.
ഞാനതിന് തുനിയുന്നില്ല. എല്ലാ സംസാരവും കഴിഞ്ഞ ശേഷം ശബരിയക്കാരി സ്ത്രീ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടമെല്ലാം അവിടെ താഴെ വെച്ചിട്ട് അവൾ വില്ലേജിലേക്ക് ചെന്ന് അവളുടെ ആളുകളോട് പറഞ്ഞു, ഏയ് വാ വാ വാ. എവിടെ? നമ്മുടെ പുസ്തകങ്ങളിലും നമ്മുടെ ന്യായപ്രമാണത്തിലൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു മശിഹ വരുമെന്ന്? ആ മശിഹ വന്നു, നിങ്ങൾക്ക് കാണണമെങ്കിൽ വാ. എവിടെ? ദേ ഇവിടെ കിണറിൻ്റെ കരയിൽ നിൽപ്പുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവൾ ജാഥയായിട്ട് കൊണ്ടുവരികയാണ്. അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടപ്പോൾ യേശു തലപൊക്കി നോക്കിയിട്ട് പറയുന്നതാണ്, സാധാരണ വിതച്ചു കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാണ് കൊയ്യാറുള്ളത്. ഇതിപ്പം വിതച്ചതേ ഉള്ളൂ, ഇപ്പം തന്നെ കൊയ്ത്തിന് വിളഞ്ഞു നിൽക്കുന്നത് കാണുകയാണ്. അതാണ് എൻ്റെ സന്ദർഭം. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുന്ന ഫീൽഡ്. ഞാനൊരു വൈദികനായിട്ട് 42 വർഷമായി. ഒരു വൈദികനായ സമയത്ത് ഇടവകളിൽ കാണുന്ന വിഷയമല്ല ഇന്നത്തേത്. ആ കാലത്ത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അന്ന് പല അമ്മച്ചിമാരും വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങളല്ല ഇന്നത്തേത്. അന്ന് പറയുമായിരുന്നു, അച്ഛാ പശു പ്രസവിക്കാറായി, അതിന് കുഴപ്പമൊന്നുമില്ല, പ്രസവിക്കാൻ പ്രാർത്ഥിക്കണേ അച്ഛാ. കഷ്ടം. ശരി അമ്മച്ചി. പെര കെട്ടാൻ സമയം കഴിഞ്ഞു, ഓല മേടിക്കാൻ പറ്റിയിട്ടില്ല, പ്രാർത്ഥിക്കണേ അച്ഛാ. ശരി. മകളുടെ കല്യാണമായി, 2 പവൻ മാല കൊടുക്കണം, ഞാനൊരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്, ആ ചിട്ടി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ അച്ഛാ. ശരി അമ്മച്ചി. കിണർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം കിട്ടാൻ പ്രാർത്ഥിക്കണേ. ഇതൊക്കെയായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ വലിയ പുള്ളികളായിട്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ അമ്മമാരുടെ പ്രാർത്ഥന. അങ്ങനെ ആ പാവപ്പെട്ട തള്ളയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾ വലിയ പുള്ളികളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതായിരുന്നു. ഇന്നതൊന്നുമല്ല പ്രാർത്ഥനാ വിഷയങ്ങൾ. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. കുറേ നാൾ മുമ്പ് ഞാൻ നമ്മുടെ സഭയുടെ ഒരു വലിയ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് നിന്നു. ധ്യാനം കഴിച്ച് തിരിഞ്ഞിറങ്ങിയപ്പോൾ അവിടെ ഒരു സൈഡിൽ ഒരു അമ്മച്ചി, എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ആളാണ്, ട്രിവാൻഡ്രത്തുള്ള. ഞാൻ ചോദിച്ചു, ഇവിടെ അച്ഛാ ഞാനിവിടെ 3 ദിവസമായിട്ട് ഇവിടെ ധ്യാനം ഇരിക്കുക. ഓ, ഒരു മോളെയുള്ളവർക്ക് M.Tech കഴിഞ്ഞ പെങ്കൊച്ചാണ്, ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ്. ഞാൻ ചോദിച്ചു, എന്നിട്ട് അവൾ സുഖമായിരിക്കുന്ന അച്ഛാ, പക്ഷെ ഒരു പ്രശ്നം. എന്താ? അവിടെ കല്യാണമായോ? അവിടെ കല്യാണം ആയില്ല, പക്ഷേ ഞങ്ങൾ അവൾക്കൊരു കല്യാണമില്ല ആലോചിക്കുക അച്ഛാ. എന്നിട്ട് പക്ഷേ അവൾക്ക് വേറൊരു ചെറുക്കനുമായിട്ട് ലൈന്, അതുകൊണ്ട് നമുക്കൊരിക്കലും യോജിക്കാത്തൊരു ലൈൻ. അതുകൊണ്ട് അവിടെ മനസ്സ് മാറണേ 3 ദിവസമായിട്ട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അച്ഛൻ. അച്ഛനും പ്രാർത്ഥിക്കണേ. ശരി. അപ്പുറത്ത് വന്നപ്പോൾ ആ പെണ്ണ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, മോളെ സുഖമായിരിക്കുന്നോ? അമ്മ പറഞ്ഞതെന്ന് ഞാൻ അവളോട് പറഞ്ഞില്ല. ആ സുഖമായിരിക്കുന്ന അച്ഛാ, പക്ഷേ എനിക്കും ഒരു പ്രശ്നം. എന്താ പ്രശ്നം? എനിക്കൊരു പയ്യനോട്ട് ലൈനാച്ചാ, പക്ഷേ അത് അമ്മ സമ്മതിക്കത്തില്ല. ഓ, അമ്മയുടെ മനസ്സ് മാറണേ എന്ന് പറഞ്ഞ് ഞാൻ 3 ദിവസമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക അച്ഛാ. അച്ഛനും പ്രാർത്ഥിക്കണേ അച്ഛാ. ഓ, ആ തള്ള 3 ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ പെണ്ണിൻ്റെ മനസ്സ് മാറണേ എന്ന് അവിടെ കൂടെ പോകുന്ന സകല അച്ഛന്മാരെയും വിളിച്ച് തലയെ പിടിച്ച് പ്രാർത്ഥിപ്പിച്ച് അവിടെ കിട്ടിയ പാത്രത്തിനകത്തെല്ലാം വെള്ളം കൊണ്ടുവന്ന് അതെല്ലാം പ്രാർത്ഥിച്ചു കൊടുത്ത് ഈ പെണ്ണിൻ്റെ കയ്യിലും എല്ലാം കുറേ ചരടും വലിച്ചു കെട്ടി അവൾക്ക് കൊടുത്ത വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ പശുവിന് കൊടുക്കാനുള്ള കാടിയുണ്ടായിരുന്നു. ഇതെല്ലാം കുടിച്ചിട്ടും ആ പെണ്ണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മനസ്സ് മാറണേ എന്നാണ്. ഇവിടെയാണ് ഇതൊന്നും ഒരു കാലത്തില്ലാത്ത, ഞങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലത്തില്ലാത്ത പ്രശ്നങ്ങളാണ്. ഇന്ന് 1 ലൈനായി 2 ലൈനായി ഉള്ള ലൈനെല്ലാം കൂടെ കൂട്ടിക്കെട്ടി അവസാനം ട്രാൻസ്ഫോമർ പൊട്ടുമ്പോഴാണ് വിവരം അറിയുന്നത്. ഇത് ഒരു കാലത്തില്ലാത്ത പ്രതിസന്ധിയാണ്. ഇന്നത്തെ പ്രതിസന്ധി എവിടെയാണ്? വിളഞ്ഞു കിടക്കുന്ന വയൽ, അനേക കുടുംബങ്ങളിലെ വയൽ, പുതിയ ഫീൽഡ്. ഞങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ ശുശ്രൂഷിക്കാനുള്ള ധാരാളം ഫീൽഡ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും പള്ളിയില്ല, ഇത്രയും പള്ളിയുള്ളൂ. ഈ പള്ളിയൊന്നുമല്ല, എന്തൊക്കെ ശുശ്രൂഷ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫീൽഡ്. 13 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനെ തൊഴിലുറപ്പിന് ജോലിക്ക് പോകുന്ന പാവപ്പെട്ട സ്ത്രീ സ്കൂളിലാക്കിയിട്ട് തൊഴിലുറപ്പിന് പോയി. തൊഴിലുറപ്പിന് നിന്ന് അവരുടെ തുണിയെല്ലാം മാറി വെച്ച് അവരുടെ തുണിയൊക്കെ എടുത്ത് തൂമ്പായും കോടാലിയൊക്കെ എടുത്ത് പണി തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. അവരിതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഓടിപ്പോയി അവിടെ ചെന്നു.
അവിടെ ചെന്നപ്പോൾ 13-14 വയസ്സ് പ്രായമുള്ള പയ്യനെ പോലീസ് സ്റ്റേഷൻ്റെ അതിനകത്തുള്ള ആ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക. എന്താ സാർ, ഇവൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഈ സ്കൂളിലേക്ക് വരുന്ന പിള്ളേർക്കെല്ലാം കൊടുക്കുന്ന MDMA എന്ന് പറയുന്ന പാക്കറ്റ് ഇവൻ്റെ പോക്കറ്റിൽ നിന്നാണ് പിടിച്ചത്. അവർ പോലും അറിയാതെ അവൻ കാരിയറാണ്. ആ തള്ളബോധം കെട്ട് താഴെ വീണു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ന്യൂ ഫീൽഡ്, പുതിയ വയൽ പ്രദേശം, കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുന്ന വയൽ, അനേകർ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന പലരും തകർന്നു പോവുകയാണ്. സെൻട്രൽ ട്രാവൻകൂറിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാം, 2 ഏക്കർ 4 ഏക്കറൊക്കെയുള്ള സ്ഥലം, വലിയ സ്ഥലവും വലിയ വീടുകളെല്ലാം, വലിയ മതിലും കെട്ടി അതിൻ്റെ പുറത്തെല്ലാം കുപ്പിച്ചില്ലും വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് മുള്ളുവേലിയും വെച്ചിട്ടേക്കുന്ന വീടുകൾ, സ്ഥലങ്ങൾ, അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഫോർ സെയിൽ. ഒരൊറ്റ ഒരുത്തനും വാങ്ങിക്കാനില്ല. ആകെ ഒരു ചെറുക്കനുണ്ടായിരുന്നു, അവൻ ഇവിടുന്ന് വലിഞ്ഞു, അവൻ വെളിയിലാണ്. പോകുന്നവരൊക്കെ പൊക്കോ, വലിയ കാര്യം, ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവിടെ നിൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉണ്ടാക്കിയ ഈ സ്ഥലവും പറമ്പും നോക്കാൻ ഒരൊറ്റ ഒരുത്തനില്ല. ക്രിസ്തീയ കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അവിടെ ചുമ്മാ നോക്കിയുന്നവനും അയലോക്കക്കാരനും കണ്ടവനും ഇതെല്ലാം ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് നാം കാണുന്ന അടുത്ത പ്രതിസന്ധി. അതുകൊണ്ട് ഒരുത്തനും പോകാതെ ഇവിടെ കുത്തിയിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്ന അത്ര പൊട്ടനൊന്നുമല്ല. പക്ഷേ ശ്രദ്ധിക്കാനുള്ളത് ന്യൂ ഫീൽഡ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത്. അനേക വീടുകളിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, പക്ഷേ ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒരാളില്ല, ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ആളില്ല. നമ്മുടെ യുവജന പ്രസ്ഥാനവും നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ പിള്ളേരൊക്കെ വളരെ ഭംഗിയായി പല ശുശ്രൂഷകൾ ചെയ്യുന്നു. ഞാൻ നമ്മുടെ യുവജന പ്രസ്ഥാനക്കാരോടും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടൊക്കെ പറയുന്ന ഒരു ശുശ്രൂഷ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഇടവകയിലുള്ള ആളുകളിൽ ഒരു മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ എഴുന്നേക്കാൻ വയ്യാതെ പ്രയാസമൊക്കെ എടുക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു സന്നദ്ധ സേനയെ ഉണ്ടാക്കിയാൽ അവർക്ക് അനുഗ്രഹമാകും. നിങ്ങൾ വനിതാ സമാജം, സ്ത്രീ സമാജം എന്ന് പറഞ്ഞു കൂടി പാട്ട്, പ്രാർത്ഥന, വേദവായന, പ്രസംഗം എന്നിവയോടുകൂടി കൂടി എന്നിട്ട് യോഗത്തിൽ 6 പേര് പങ്കെടുത്തു. ഇന്നത്തെ യോഗം സമാപിച്ചു. സന്ധ്യയായ വിശ്വാസമായി 1-ാം ആഴ്ച, അടുത്ത ആഴ്ചയും കൂടി. സത്യമായിട്ടും പറയാമേ, ഇതുകൊണ്ട് ഒരു പ്രയോജനവും ആർക്കും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കറുകലിച്ചൻ പറഞ്ഞു ആത്മീയ സംഘടന ഒന്നും കൂടണ്ടെന്ന് പറഞ്ഞെന്നൊന്നും കയറി പറയല്ലേ. നമ്മളത് പ്രയോജനപ്രദമായ ശുശ്രൂഷകളായി മാറ്റുമ്പോഴാണ് അനേകർക്ക് പ്രയോജനമുള്ളത്. ഇതുവരെ ഇല്ലാത്ത ഫീൽഡ്, പുതിയ ഫീൽഡ്. തലമൊക്കെ നോക്കിയാൽ കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുന്ന വയൽ നമുക്ക് കാണാം. ഇത്തരം വയൽ പ്രദേശങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ, ഈ പെരുന്നാളിൽ നമുക്ക് പുതിയ ശുശ്രൂഷകൾക്ക് മുമ്പോട്ട് വരാൻ പ്രത്യേകം സാധിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. തലമൊക്കെ നോക്കിയാൽ കാണാവുന്ന 5-ാമത്തെ കാര്യം, വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ലാസ്റ്റ് വാക്യം, അവിടെ 43-ാമത്തെ അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 43, 29 മുതൽ 31 വരെ. ജോസഫ് തലമുക്കി നോക്കിയപ്പോൾ തൻ്റെ അമ്മയുടെ മകനും തൻ്റെ സഹോദരനുമായ ബെന്യാമീനെ കണ്ടു. അവൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഏകദേശം ഒരു 10-15ഓളം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ജോസഫിൻ്റെ ചരിത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. അവനെ പൊട്ടക്കണ്ടിൽ തള്ളിയിട്ട ശേഷം 20 വെള്ളിക്കാശിന് മിദ്യാനിലെ കച്ചവടക്കാർക്കായി വിറ്റ് കളഞ്ഞു. ഇപ്പോൾ ദേശത്തെ ക്ഷാമമാണ്. ദേശത്ത് ക്ഷാമമായപ്പോൾ പറഞ്ഞു, മക്കളെ, മിസ്രൈമിൽ ധാന്യമുണ്ട്, പോയി കൊള്ളുവിൻ. 10 പേര് എന്ന് കാലിച്ചാക്കും പിടിച്ചു നിന്നു. ഒരു യജമാനൻ അവിടെയുണ്ട്. സാർ, ഞങ്ങൾക്ക് ധാന്യം തരണം സാർ. നിങ്ങൾ ഒറ്റുകാരാണല്ലേ? അല്ല സാർ, ഞങ്ങൾ പരമാർത്ഥികളാണ്. അവരങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങളൊരു അപ്പന് 12 മക്കളായിരുന്നു. ശരി, ഒരുത്തൻ വീട്ടിലുണ്ട്. ഒരുത്തൻ പണ്ടേ അവനെ മൃഗം പിടിച്ചു കൊന്നു സാർ. ബാക്കി 10 പേരാണ് ഞങ്ങൾക്ക് ധാന്യം തരണം സാർ. ധാന്യം തരാം, കൊണ്ടുപോക്കോ. തിരിച്ചു വരുമ്പോൾ ഇളയവനെ കൂടെ കൊണ്ടുവരണം. അപ്പച്ചൻ സമ്മതിക്കത്തില്ലേ കൊണ്ടുപോകണ്ട. ജാമ്യത്തിന് ഒരുത്തനെ ഇവിടെ പിടിച്ചിട്ടിട്ട് കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. നിവൃത്തിയില്ലാതെ പോയിട്ട്
അവനെ പിടിച്ചുകൊണ്ടുവന്നു. നിങ്ങൾക്ക് സംഭവം അറിയാം. ദൂരെ നിന്ന് വരുന്ന കണ്ടപ്പോൾ ജോസഫ് തലപൊക്കി നോക്കിയപ്പോൾ കാണാം തൻ്റെ സഹോദരൻ വരുന്നത്. അവനെ കെട്ടിപ്പിടിച്ച് അവൻ മുറിക്കകത്ത് കൊണ്ടുപോയി. അവൻ ഇന്ന് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററാണ്. ഇവിടുത്തെ മിസ്രൈമിൽ സിവിൽ സപ്ലൈസ് മിനിസ്റ്ററാണ്. ആളുകളുടെ മുമ്പിൽ വെച്ച് കരയുന്ന നാണക്കേട. അവൻ മുറിക്കകത്ത് ഇട്ട് കൊണ്ടുപോയി കുറേ നേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തിരിച്ചു വന്നപ്പോൾ അവർ ചോദിച്ചു, സാർ നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ അറിയാം. കാലങ്ങൾക്ക് മുമ്പ് കൈകാലികൾ കൂട്ടിക്കെട്ടി പൊട്ടക്കണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരനായ ജോസഫാണ് ഞാൻ. അവർക്ക് പേടിയായി. ഇപ്പോൾ ഇയാൾ പവറിലാണ്, എന്തും ചെയ്തില്ല. തലവൊക്കെ നോക്കിയാൽ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ കാണാം. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന സ്നേഹിത, നിന്റെ വീട്ടിൽ നിന്റെ ചേട്ടനോട് മിണ്ടാതിരിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എന്നിട്ട് വെറുതെ വർത്താനം പറയുന്നതല്ലാതെ. നിന്റെ പെങ്ങൾ നിന്റെ വീട്ടിൽ കയറിയിട്ട് എത്ര കൊല്ലമായി? ഈ വർഷത്തെ ന്യൂ ഇയറിൻ്റെ സർവീസ് സമയത്ത് ഞാൻ എൻ്റെ പള്ളിയിൽ പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ ഒരുത്തൻ എന്നെ വിളിച്ചു പറഞ്ഞ, അറിഞ്ഞോ അറിയാതെയോ ആ വാക്ക് എൻ്റെ മനസ്സിനെ ബാധിച്ചു. 23 വർഷമായി ഞാൻ എൻ്റെ അമ്മയുടെ പിണക്കത്തിലായിരുന്നു. ഒരു വസ്തു വീതം വെച്ചപ്പോൾ അമ്മ എന്നെ പറ്റിച്ചു. അവിടെ വീട്ടിൽ നിന്ന് ഇളയ മകനുമായിട്ട് ചേർന്ന് എനിക്കാകെ പറ്റി. അതുകൊണ്ട് ഞാൻ അമ്മയോട് വേണ്ടിയിട്ട് 23 വർഷമായി. പക്ഷേ ഇന്നലെ രാത്രി എൻ്റെ മനസ്സാക്ഷി മന്ത്രിച്ചു. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചപ്പോൾ അങ്ങേ തലയ്ക്കൽ അമ്മ ഫോൺ എടുത്തു. പക്ഷേ എൻ്റെ ശബ്ദം കേട്ടിട്ട് അമ്മയ്ക്കൊന്നും മറുപടി പറയാൻ പോലും വയ്യാതെ വെങ്ങി കുറേ നേരം ഞങ്ങൾ ഇരുന്നു. പക്ഷേ രാത്രി ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമാധാനം, സ്നേഹിത, തലമുക്കി നോക്കിയാൽ നിന്റെ നഷ്ടപ്പെട്ട സഹോദരൻ സമാധാനത്തിൻ്റെ രമ്യതയുടെ പെരുന്നാൾ അതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഗീവർഗീസ് സഹോദരൻ പെരുന്നാൾ ആചരിക്കുമ്പോൾ തലമുക്കി നോക്കിയാൽ സമാധാനത്തിലുള്ളത് കാണാനാവും. തലമുക്കി നോക്കിയാൽ കാണാവുന്ന 5 സത്യങ്ങൾ. 1, തലമുക്കി നോക്കിയാൽ നിനക്ക് സമ്പത്തുണ്ടെങ്കിലും സമാധാനത്തിലുള്ളത് കാണാം. 2, തലമുക്കി നോക്കിയാൽ അവൻ്റെ മഹിമ കാണാം. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ. 3, തലമുക്കി നോക്കിയാൽ അവൻ്റെ കരുതൽ കാണാം. 4, തലമുക്കി നോക്കിയാൽ വിളഞ്ഞുകിടക്കുന്ന വയൽ കാണാം. 5, തലമുക്കി നോക്കിയാൽ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ കാണാം. ഈ പെരുന്നാൾ ഒരു പുതിയ അനുഭവമായി തീരട്ടെ. പുതിയ അവസ്ഥയിലേക്ക് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.